ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരെയും നിർബന്ധ പ്രകാരം എഴുന്നേറ്റ് നിന്ന് വളരെ രുചികരമായ ഭക്ഷണം കാലിയായ വയറിനോട് പ്രണയം പറയുന്ന ഈ സമയത്ത് പ്രസംഗം എന്നത് വളരെ അരോചകമായ ഒന്നാണ്. ഇവിടെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എന്തിനു വന്നതാണ്? ഒരു വിവാഹത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം നേരത്തെ കഴിഞ്ഞുപോയി, രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ കഴിഞ്ഞു, ഇനി മൂന്നാമത്തേത് വരാനുള്ളതാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നൊക്കെ പണ്ട് സ്കൂളിൽ മലയാളത്തിൽ പഠിച്ചത് മനോഹരമാകുന്നത് വൈവാഹിക ജീവിതത്തിലാണ്. ഇവിടെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് പ്രിയപ്പെട്ട മർഹൂം ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മകൻ സൈദും, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഫിസ് നെഹിയ മൗലവിയുടെ മകൾ ഹിബായും തമ്മിലുള്ള വിവാഹം നടന്നു കഴിയുകയാണ്. വധുവിൻ്റെ പിതാവ് വരൻ്റെ കയ്യിൽ പിടിച്ച് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞാൽ വരൻ പറയാണ് ഖബിൽതു മിൻക നിക്കാഹ. ഇത് പറഞ്ഞാൽ വിവാഹത്തിന് മഹർ നിശ്ചയിച്ച് 2 സാക്ഷികളോടെ ഇതോടെ വിവാഹം കഴിഞ്ഞു. ഇതിന് ഖുർആൻ പറയുന്നത് വഅഖദിന മിൻകും മീസാഖൻ ഗലീള, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബലിഷ്ഠമായ ഉടമ്പടിയാണ് എന്നാണ് ഖുർആൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ വിവാഹത്തിന്റെ ആദ്യ ഘട്ടം നമ്മളിപ്പോ സൈദിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ഹിബയുടെ വീട്ടുകാരോ ഞങ്ങളുടെ മകളുടെ വിവാഹം 26-ാം തീയതി രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ നിങ്ങൾ വരണമെന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ 2ാമത്തെ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. 1ാമത്തെ ഘട്ടം സൈദിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ള നേരം, കയ്യും കണ്ണും കാലും ഒക്കെ വെച്ച് വരുന്ന നേരം. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു വിടുന്ന മലക്ക് സൈദിന്റെ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഭാവി എഴുതുമ്പോൾ ആ കൂട്ടത്തിൽ ആണാണെങ്കിൽ കൃത്യമായി എഴുതി വെക്കും അവന്റെ പെണ്ണ് ഇന്നയാളാണ്. പെണ്ണാണെങ്കിൽ ഹിബ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം ഗർഭിണി, ഹിബയുടെ ഉമ്മ 4 മാസം ഗർഭിണിയാണ്. അപ്പൊ അള്ളാഹു കളഞ്ഞു വിടുന്ന മലക്ക് ഹിബയുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹിബയുടെ ആണ് അവരുടെ ഭർത്താവ് സൈദാണ്. ഇത് 2 എഴുതി വെച്ചതാണ്. പിന്നെ 4 മാസം കഴിഞ്ഞ് 9 മാസം ആ ഇരുട്ടിന്റെ ഗർഭാശയത്തിൽ കിടന്ന് അവിടെ നിന്ന് പിന്നെ അവരെ പ്രസവിക്കപ്പെട്ട് അവരുടെ ബാല്യവും കൗമാരവും വാലുമേലും ദേവരക്കരയിലുമായി കഴിഞ്ഞ് അവസാനം ഒരു 10-18 വർഷം കഴിയുമ്പോൾ ഇവര് 2 പേരും നിങ്ങളുടെ മക്കൾ ഒരു ഭാര്യയും ഭർത്താവിനെയും അന്വേഷിക്കുമ്പോൾ 4-ാം മാസത്തിൽ പടച്ചവൻ എഴുതി വെച്ചെടുത്തേക്ക് അള്ളാഹുവായിട്ട് നമ്മളെ കൊണ്ടുവന്ന് ഇന്ന് പടച്ചവരെടുത്ത തീരുമാനം ഇവിടെ നടപ്പാവുകയാണ്. സാധാരണ